സ്ഥാനാർത്ഥിക്കൊപ്പം. നിങ്ങൾക്കറിയാം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടം എത്തുന്ന പ്രചാരണങ്ങൾ നടക്കുന്നത് അങ്ങ് വടകരയിലാണ്. UDF സ്ഥാനാർത്ഥി വലിയ ആൾക്കൂട്ടവുമായി പ്രചാരണം നടത്തിയാൽ പിന്നാലെ അതിലേറെ ആളെ കൂട്ടി LDF തിരിച്ചടിക്കും. അപ്പോൾ യുവനേതാവിനെ മത്സരിപ്പിക്കുന്ന NDAയും ഈ മത്സരത്തിൽ ഒട്ടും പിന്നിലല്ല. 2 MLA മാർ മത്സരിക്കുന്ന കടത്തനാടൻ മണ്ണിലാണ് ഇന്നത്തെ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള നമ്മളുടെ യാത്ര. കടത്തനാടൻ മണ്ണിന്റെ കഥ. അതെ, കടത്തനാടാണ്, കളരിപ്പയറ്റാണ് എന്നതെല്ലാം ശരി. എന്നാൽ വടകരയിൽ നടക്കുന്നത് ആയോധന കലയിലെ മത്സരമല്ല, ഒളിപ്പോരല്ല. സംസ്ഥാനം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വിധം ആൾക്കൂട്ടങ്ങൾ ഇറങ്ങിയുള്ള തെളിച്ചമാർന്ന മത്സരം. കാണാം നമുക്ക് കടത്തനാട്ടൻ വോട്ടുത്സവം. മുൻകൂട്ടി തീരുമാനിക്കാത്ത വരവായിരുന്നു ഷാഫി പറമ്പിലിന്. കെ മുരളീധരൻ തൃശൂരിലേക്ക് കയറിയപ്പോൾ എമർജൻസി ക്വാർട്ടയിലാണ് ഷാഫി എത്തിയത്. ചക്കിട്ടപ്പാറയിലേക്കുള്ള യാത്രയിലാണ് ഷാഫി പറമ്പിൽ. എങ്ങനെയുണ്ട് ഈ വടകരയിൽ ഒരു പൾസ്? വളരെ പോസിറ്റീവ് പൾസാണ്, വളരെ പോസിറ്റീവ് വൈബുമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏതെങ്കിലും സെൻട്രലൈസ്ഡ് പോയിന്റുകളിൽ മാത്രം അനുഭവപ്പെടുന്ന ഒന്നല്ല. ഞങ്ങൾക്ക് ഏത് തലത്തിൽ പരിപാടികളുമായിട്ട് ചെല്ലുമ്പോഴും ക്യാമ്പയിനായിട്ട് ചെല്ലുമ്പോഴും അതാത് ഇടങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻസ് പോസിറ്റീവായി തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു സ്വീകരണ യോഗം വലുതായപ്പം അതൊരു അറേഞ്ച്ഡ് പരിപാടിയാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരുന്നു അതിനകത്ത് പങ്കാളിത്തം. പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിൽ നിന്ന് അന്ന് ഇറങ്ങുന്ന സമയത്ത് വൈകാരികമായിട്ട് സ്ത്രീകളും അവിടെയുള്ള ഉമ്മമാരൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ട് നിങ്ങളെ യാത്ര അയക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു, അവരൊക്കെ ഇപ്പം വിളിക്കാറുണ്ട്. എന്താണ് പാലക്കാട്ടെ ജനങ്ങളുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കണക്ഷൻ? ഇപ്പോൾ അവർ MLA വിളിക്കാറുണ്ട്, അവർ വിളിക്കും, കുറേ ആൾക്കാർ മെസ്സേജ് അയക്കും, കുറേ ആൾക്കാർ നമ്മുടെ പാർട്ടിക്കാർ വഴി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അയക്കും. ഇന്നലെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പം മനസ്സ് നിറഞ്ഞു പോയി. ഒരു അമ്മ അവിടെ ഒരു അമ്പലത്തിൽ ഒരു നെയ്വിളക്കൊക്കെ നേർന്നിട്ട്, അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. പാലക്കാടുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ആർത്ത് മുറിച്ച് മാറ്റാൻ പറ്റില്ല. ഞാൻ വടകരയിൽ വന്നിട്ട് തന്നെ അത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ സ്നേഹം അവർ തരുന്നുണ്ട്. അതിനൊരു പ്രത്യേകത, എല്ലാവരും ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ജയിച്ചു വരണം എന്ന് പറയുന്നത്. അടുത്ത കാലത്തായി വടകരയിൽ ഇറങ്ങിയായിരുന്നു മട്ടന്നൂർ MLA KK ശൈലജയുടെ യാത്രകളിലേറെയും. അടുത്തിടെ ചടങ്ങുകളിലെത്തിയ ആ സാന്നിധ്യം തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതുപോലെയായിരുന്നു. ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ വടകരയിൽ പാർട്ടി ഒരുക്കിയ ആവേശോജ്വലമായ സ്വീകരണം. ഒട്ടും വിശ്രമമില്ലാതെ ഓടുകയാണ് സ്ഥാനാർത്ഥി. ഒരു ദിവസം 20 സ്വീകരണ കേന്ദ്രങ്ങളിലെത്തുന്നു. രാവിലെ 8 മണിക്കാണ് തുടങ്ങുന്നത്. 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം രാത്രി 8 മണി വരെ എന്ന് പറയുമെങ്കിലും 8 മണിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ചില കേന്ദ്രത്തിൽ നമ്മൾ നേരത്തെ നിശ്ചയിക്കാത്ത എടുത്ത ആളുകളൊക്കെ കൂടി നിൽക്കുമ്പം അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി വിഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ വലിയ ആൾക്കൂട്ടമാണ് എല്ലാവിടെയും ഉണ്ടാവുന്നത്, വലിയ പങ്കാളിത്തമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്തിന് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 9:30-10 മണി വരെയല്ലേ പാടുള്ളൂ. അപ്പോൾ 10 മണി വരെയൊക്കെ ആവുന്നുണ്ട് എല്ലാ ദിവസവും. സാധാരണഗതിയിൽ ഞാൻ വളരെ വൈകി ഉറങ്ങുന്നയാളും അതുപോലെ എഴുന്നേക്കുന്നത് 6 മണിക്ക് എഴുന്നേക്കുന്ന ശീലമായിരുന്നു. ഇപ്പം നേരത്തെ 4:30ക്കൊക്കെ എഴുന്നേക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. ഉറക്കം പഴയതുപോലെ തന്നെ വൈകിട്ട് തന്നെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. പ്രചാരണത്തിന്റെ കാര്യത്തിൽ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയും ഒട്ടും പിന്നിലല്ല. പ്രചരണം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും NDAയുടെ ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വടകര മണ്ഡലത്തിൽ ഈ പ്രാവശ്യം താമര വിരിയുമെന്നുള്ളത് ഉറപ്പാണ്. 7 മണി മുതൽ പര്യടനം ആരംഭിക്കും.
വൈകുന്നേരമാകുമ്പോൾ ഇത്തരത്തിലുള്ള റോഡ് ഷോകളാണ്. പ്രധാനപ്പെട്ട കവലകൾ കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ 3ാം ഘട്ട പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വളരെ നല്ല പോസിറ്റീവായ റെസ്പോൺസാണ് എല്ലാ വോട്ടർമാരുടെ അടുത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല, മറ്റനേകം നിലപാടുകളുടെയും പൂഴിക്കടകം മറിയുന്ന മണ്ണാണിത്. കളരി പരമ്പരകളെ തൊട്ട് ആണയിട്ട് പ്രവചിക്കാൻ ധൈര്യമുള്ളവർ വേണ്ടത്ര കടത്തനാട്ടില്ല. അംഗം നടക്കട്ടെ, നമുക്ക് കണ്ടിരിക്കാം. മിഥില ബാലൻ, 24 കോഴിക്കോട്. വിജയകുമാർ അഞ്ജന പറയുന്നു, വിജയകുമാറിനെ കണ്ടിട്ട് വെയിൽ കൊണ്ട് ക്ഷീണം വന്നായിട്ട് തോന്നുന്നില്ല, നല്ല ഊർജ്ജസ്വലനായിട്ടുണ്ട്, നല്ല ജനപിന്തുണ ഏറുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടെ വെയിലില്ലായിരുന്നു, അതുകൊണ്ടാണ്. മാത്രമല്ല പിന്നെ സംവാദങ്ങളും ജനങ്ങളും ഒക്കെ നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കും. ചില നേതാക്കന്മാരെ പോലെയാ നമ്മളും. ഈ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം വരും. കെ കരുണാകരനെ പോലെയൊക്കെ അല്ലേ, ഐഡന്റിറ്റി കിട്ടും. ആൾക്കൂട്ടം ഇല്ലെങ്കിൽ ഇതാ കിടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.